നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് പെരുമലം എന്ന് അറിയപ്പെടുന്ന ചെടി. അല്പം വലിയ പരന്ന് അറ്റം കൂർത്ത ഇലകളോട് കൂടിയ ഇവയിൽ ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാകും. ഇലയ്ക്ക് മീതെ നനുത്ത രോമങ്ങളും ഉണ്ടാകും. പെരുമലം എന്നതിന് പുറമെ പെരിങ്ങലം, ഒരു വേരൻ, വട്ടപ്പെരുക്, പേരു, പെരുകിഞ്ചെടി, പെരുകിലം, പെരുവലം, പെരിയലം, പെരിയാലം, പെരുക്, വട്ടപ്പാലം, വട്ടപ്പലം തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഇല കുഞ്ഞുങ്ങളുടെ മലം തുടയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു. അത് കാരണം ഇതിന് തീട്ടപ്ലാവില എന്ന ഒരു പേര് കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിയുടെ പേരെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ, മറക്കരുതേ. മയൂര ജഗ്ന എന്നതാണ് ഇതിൻ്റെ സംസ്കൃത നാമം. ഇതിൻ്റെ പൂക്കൾ ധാരാളം ശലഭങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് ഈ ചെടിയുടെ പൂക്കാലം. എങ്കിലും മിക്ക മാസങ്ങളിലും പൂക്കൾ കാണുവാൻ സാധിക്കും. പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ ഇല മുറിച്ച് നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിവിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തം വരുന്നത് നിലയ്ക്കുമെന്ന് ഒരു പറച്ചിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയും വേരും ഒക്കെ നല്ല ഔഷധമായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സസ്യമാണെന്നാണ് പറയപ്പെടുന്നത്. പലതരം സ്ത്രീജന്യ രോഗങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഈ ചെടി. പണ്ട് കാലത്ത് പ്രസവശേഷ സ്ത്രീകൾക്ക് ഇത് നൽകാറുണ്ടായിരുന്നു. വേരരച്ച് നൽകുന്നത് യൂട്രസ് ശുദ്ധി വരുത്തുവാൻ എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. അതേപോലെ തന്നെ സെർവിക്കൽ ക്യാൻസർ തടയുവാനും ഇത് സഹായിക്കുമായിരുന്നു, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പല പനികൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ചെടി. ഇത് നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുന്നത് H1N1 അണുബാധ മാറാൻ നല്ലതാണെന്നും അതേപോലെ തന്നെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇങ്ങനെയുള്ള പല പനികൾക്കും ഇത് പരിഹാരമായി ഉപയോഗിക്കപ്പെടുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. മൈഗ്രെയിന് നല്ല പരിഹാരമായിട്ട് ഇത് പറയപ്പെടുന്നുണ്ട്. ഇതൊരു വിശ്വാസപ്രയോഗമായിട്ടും കൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തളിരിലകൾ തൊട്ടുരിയാടാതെ പറിച്ചെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഞെരടി ഇതിൻ്റെ നീര് പെരുവിരലിൻ്റെ നഖത്തിൽ അല്പനേരം നിർത്തിയാൽ മൈഗ്രെയിൻ മാറും. തളിരില ചതച്ച് നഖത്തിൽ വെച്ച് കെട്ടിയാൽ ഗുണം ലഭിക്കും. ഇത് അല്പകാലം ചെയ്താൽ മൈഗ്രെയിൻ പൂർണ്ണമായും ശമിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു വശത്ത് തലവേദനയെങ്കിൽ, അതായത് വലതുവശത്ത് വേദനയെങ്കിൽ ഇടതുകാൽ വിരലിലും ഇടതുവശത്ത് വേദനയെങ്കിൽ വലതുവശത്തും വെച്ച് കെട്ടണം. ആകെയുള്ള വേദനയ്ക്ക് 2 പെരുവിരലിലും വെച്ച് കെട്ടിയാൽ നല്ലതായിരിക്കും. ഇതേപോലെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ചികിത്സയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. പക്ഷെങ്കിൽ പല ചികിത്സയും പല നാട്ടുവൈദ്യവും ഉള്ളിൽ കഴിക്കാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി പല ഡോക്ടർമാരോടോ വൈദ്യന്മാരോടോ ഒക്കെ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആധികാരികമായി പറയാൻ പറ്റത്തില്ല. ഈ മൈഗ്രെയിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായി എഴുതുവാൻ മറക്കരുത്. പാമ്പിൻ വിഷത്തിനെതിരെ നല്ലൊരു ഒറ്റമൂലിയായി ഇത് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തളിരിലയും കാട്ടു ജീരകവും ചേർത്തരച്ച് ഉപയോഗിക്കുന്നത് പ്രമേഹത്തിന് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. പണ്ട് തിരുവാതിര കാലത്ത് വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഈ പെരുമ്പലത്തിൻ്റെ വേര് അരച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുമായിരുന്നു എന്ന് ഇതൊരു ആചാരമായി ചെയ്തിരുന്നതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പെരുമ്പലത്തിൻ്റെ കൂടുതൽ അതേപോലെ തന്നെ ഈ പെരുമലത്തെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. ബൈ ബൈ, സീ യു സൂൺ.